ഞാനൊരു നന്ദി കെട്ടവനാണെന്ന് പലരും പറയുന്നുണ്ട്. നന്ദിയില്ലാത്തവനാണ് പോങ്ങൻ എന്ന് പറയുന്ന ഒരു അഭിപ്രായം കഴിഞ്ഞ 2 ദിവസമായിട്ട് ആളുകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ ഷാജൻ സ്കറിയ ഉണ്ണി മുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട ഉടനെ തന്നെ അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടത് വിമർശന ബുദ്ധിയോടുകൂടിയുള്ള പ്രതികരണമായിരുന്നു. അങ്ങനെ വിമർശന ബുദ്ധിയോടുകൂടി ഷാജൻ സ്കറിയെ സമീപിച്ചു എന്നുള്ളതാണ് എന്നെ നന്ദി കെട്ടവനാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആ പ്രവൃത്തിയാണ് ശരിക്കും എന്നെ നന്ദി കെട്ടവനാക്കി മാറ്റിയത്. സ്വാഭാവികമായിട്ടും ശ്രീ ഷാജൻ സ്കറിയയോടും അതേപോലെ തന്നെ നന്ദി എന്ന് പറയുന്ന മഹനീയ വികാരത്തോടും പോങ്ങൻ വെച്ച് പുലർത്തുന്ന മനോഭാവത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട് എന്ന ബോധ്യം ഉള്ളിലുണ്ടായപ്പോഴാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നാവും എടുത്തു വന്നത്. അതായത്, ഞാനൊരു നന്ദി ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാമ്പ്രദായിക നന്ദി പലരും വളരെ നന്നായി നന്ദി പറയുന്ന ആളുകളാണ്. നന്ദി പറയാനുള്ളതല്ല, അത് ഉള്ളിൽ പേറാനും അത് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു മഹനീയ വികാരമാണ്. വികാരത്തേക്കാൾ ഉപരിയായിട്ട് നന്ദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പ്രവൃത്തിയാവണം. പ്രവൃത്തിയായിട്ട് വേണം അത് സമൂഹത്തിലേക്ക് അതിൻ്റെ ഒരു നന്ദിയുടെ പ്രകാശനം സംഭവിക്കുന്നത് പ്രവൃത്തിയിലൂടെ ആവണം എന്ന് പറയുന്ന വിചാരം കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. നന്ദി പറഞ്ഞു തീർക്കാനുള്ളതല്ല, നന്ദി പേറാനും പ്രവൃത്തിയാക്കി തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് നമ്മുടെ ആ നന്ദി അത് അനുഭവപ്പെടുത്താനും വേണ്ടുന്നതായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം കാരണമാണ് എനിക്ക് ഒരു കുറച്ച് റീച്ച് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന ഈ 2,67,000 9,000 എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏതാണ്ട് 2,70,000 അടുത്തുള്ള സബ്സ്ക്രിപ്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ എന്നെ പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോങ്ങൻ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞവരെ ഒരു നിലയിലും തള്ളിക്കളയില്ല. ഞാൻ നന്ദിയുള്ളവൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കാരണം നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഷാജൻ സ്കറിയെ മറുത്തു പറയില്ലായിരുന്നു എന്ന് പറയുന്ന ചിന്തയാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്നത് പലരും. വാസ്തവത്തിൽ നന്ദി എന്ന് പറയുന്ന ഒരു കാര്യത്തോട്, അല്ലെങ്കിൽ ഒരു നന്ദിയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നമ്മൾ മരിച്ചു വീഴുന്നത് വരെയും അടിമ ബുദ്ധിയോടുകൂടി കഴിയണം, നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കണം എന്നൊന്നുമല്ല. അത് ശ്രീ ഷാജൻ സ്കറിയയും അങ്ങനെ വിചാരിക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ ഒരു വിചാരം കൊണ്ട് നടക്കുകയും നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അടിമയാവുക എന്നുള്ളതാണ് നന്ദി കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ശ്രീ ഷാജൻ സ്കറിയ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി കെട്ടവനാണെന്ന് പറഞ്ഞവരോട് ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളെക്കാളൊക്കെ ഒരല്പം കൂടുതൽ നന്ദി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഷാജൻ സ്കറിയോട് മാത്രമല്ല, ഒരുപാട് ആളുകളോട് എനിക്ക് നന്ദിയുണ്ട്. ആ നന്ദിയുടെ പ്രകടനമാണ് എൻ്റെ ഈ നാവാട്ട്. ഞാൻ ഈ സമൂഹത്തിന് ദോഷം വരുന്നതായിട്ടുള്ള ഒരു കാര്യവും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജൻ സ്കറിയ ഉൾപ്പെടെ ഞാൻ ആരോടൊക്കെ നന്ദി പേറുന്നുണ്ടോ അവരോടൊക്കെയുള്ള നന്ദിയുടെ പ്രകടനമാണ് എൻ്റെ ഈ സംസാരം. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് എന്നെ നന്ദി കെട്ടവനാക്കരുത്. നിങ്ങളും നന്ദി പറയുന്നവരായും ചുരുങ്ങാതിരിക്കുക, നന്ദി പേറുക, നന്ദി പ്രവൃത്തിയായി പ്രകടിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. നന്ദിയെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പ്രകൃതിയെ വല്ലാതെ ആദരിക്കുന്ന ഒരാളാണ്. പ്രകൃതിയാണ് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഈശ്വരൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല, നാസ്തികനാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഒരു ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട്, നാസ്തികനായതുകൊണ്ട് നിങ്ങളോട് പലതും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ദൈവവിശ്വാസിയല്ല. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഉറപ്പില്ലായ്മയുണ്ട്.
എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്, അതൊരു വിശ്വാസത്തിൽ ഒതുക്കേണ്ടതല്ല. എന്നെ സംബന്ധിച്ച് ദൈവമുണ്ട്. ആ ദൈവം എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളുടെ ദൈവമാണെന്നോ മുസൽമാൻ്റെ ദൈവമാണെന്നോ ക്രൈസ്തവൻ്റെ ദൈവമാണെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൈവസങ്കല്പമാണെന്നോ അല്ല എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക് ആർക്കും എങ്ങനെയും ദൈവത്തെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് നമുക്ക് ആകെ കുറച്ച് കാലങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുക. വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം അയജ്ഞ ലളിതമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ അത്രയും അയജ്ഞ ലളിതമായി നമുക്ക് ജീവിക്കാൻ പറ്റണം എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളെ മുഴുവൻ കാണുന്നത്, ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു അങ്ങേയറ്റം സത്യമെന്ന് മൈത്രേയ ബുദ്ധിയുള്ള ആളുകളും മൈത്രേയൻ ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശാസ്ത്രം, ദൈവത്തെക്കാൾ വലുതായിട്ടുള്ള ശാസ്ത്രം എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത്, എവിടാണോ ശാസ്ത്രം അവസാനിക്കുന്നത്, എവിടെയാണോ നമുക്ക് ഒരു മനുഷ്യന് അവൻ്റെ കണ്ടെത്തലിന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്, ശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്ര സത്യം എന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ഒരു അതിരുണ്ട്. ഓരോ കണ്ടുപിടുത്തങ്ങളും ചെന്ന് അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലിങ്കസിയ അങ്ങനെ മിഴിച്ചു നിൽക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥയുണ്ട്. അവിടെ മുതൽ എന്ന് പറയുന്നതാണ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഞാൻ കാണുന്നത്. അതായത് മനുഷ്യന് എന്താണോ സാധ്യമല്ലാതിരിക്കുന്ന കാര്യങ്ങൾ, ആ അസാധ്യമായ ഒന്ന് സാധ്യമാക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് അത് ദൈവം. ആ ദൈവം എന്ന് പറയുന്നത് ശാസ്ത്രമായാലും ശാസ്ത്രാതീതമായിട്ടുള്ളൊരു ശക്തിയായാലും ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയാണ് എന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കർമ്മം എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും അതിൽ ഭയങ്കരമായ ശക്തിയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർമ്മം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് പണി തരുന്നൊരു കാര്യം തന്നെയാണ്. അത് ശാസ്ത്രവും അതിനകത്ത് കലർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കർമ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശാസ്ത്രമുണ്ട്, ഒരു പ്രതിപ്രവർത്തനം സംഭവിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അതുകൊണ്ട് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയോട് നന്ദികേട് ഞാൻ കാണിച്ചു എന്ന് പ്രകൃതിക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും പ്രകൃതി എനിക്കിട്ട് പണി തരും. ആ ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരായി ഞാൻ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു എന്ന് പ്രകൃതിക്ക് തോന്നാത്ത വിധം, അങ്ങനെ ഒരു തോന്നൽ പ്രകൃതിയിൽ ഉണ്ടാവാത്ത വിധം മാത്രമേ ഞാൻ അദ്ദേഹത്തോടുള്ള സമീപനം കൈക്കൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കഴിയില്ലേ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴാണ് അതൊരു നന്ദികേടായി പോകുന്നത്. കാരണം എന്നെ പരിചയപ്പെടുത്തിയ മനുഷ്യനാണ്, ആ മനുഷ്യന് നാണക്കേടുണ്ടാക്കുന്ന നിലയിൽ ഞാൻ നാവാടിയ അതാണ് നന്ദികേട്. എൻ്റെ ഭാഗത്ത് ഞാൻ ഒരു കൗശല ബുദ്ധിയോടുകൂടി എൻ്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ഒന്നും പറയാത്തടത്തോളം കാലം എന്നെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് തലകുനിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഞാൻ ഒരുക്കില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്. ഞാനൊരു നന്ദി കെട്ടവനാകുന്നത് അപ്പോഴാണ്, ഞാൻ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ്, എൻ്റെ സംസാരം സ്വാർത്ഥ ബുദ്ധിയോടുകൂടി പോകുമ്പോഴാണ്, അനർഹമായതൊക്കെ ആർജിച്ച് അനുഭവിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് തലകുനിക്കേണ്ടി വരുന്നത്. അതാണ് ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്ന നന്ദികേട്. അതുകൊണ്ട് ന്യായം പറയുന്നുണ്ടെങ്കിൽ, എന്റെ ശരികൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവ് തന്നെയായിട്ട് കൂട്ടിയാൽ മതി.